നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. 10th ലെവൽ പ്രിലിമിനറി എക്സാം കോഴ്സിൽ കറണ്ട് അഫയേഴ്സിൽ തീർച്ചയായും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് COVID-19. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിനും കാരണമായി മാറിയ ലോക മഹാമാരിയെ കുറിച്ച് ഉറപ്പായിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ക്രൈസിസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ COVID-19 കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് 2-3 ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പോർഷൻ കവർ ചെയ്യുക. COVID-19 ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതായത് വൈറസിന്റെ തുടക്കവും വ്യാപനവും അതിനെതിരെ നമ്മൾ ചെയ്ത പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 40ഓളം പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഒപ്പം തന്നെ ഈ അടുത്തിടെ നടന്ന പരീക്ഷകളിൽ COVID-19 ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം COVID-19 ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകളുണ്ട്. അതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്താണ് ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾ വായനാശീലം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് അറിവുണ്ടാകും. ഇവിടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി പഠിക്കുക. എക്സാം ഇതിൽ നിന്നും ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. ആദ്യം നമുക്ക് കൊറോണ വൈറസിനെ കുറിച്ചുള്ള കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നോക്കാം. ഈ കൊറോണ എന്ന വൈറസ് 1960കളിലാണ് ആദ്യമായി ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സാർസ് പോലെയുള്ള രോഗങ്ങളിലൊക്കെ നമ്മൾ കൊറോണയുടെ പേര് കേൾക്കാറുണ്ട്. ആ കൊറോണ വൈറസ് ഫാമിലിയിലെ ഒരു വകഭേദമാണ് എന്ത് COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് ഈ അടുത്തിടയ്ക്ക് പരീക്ഷയ്ക്ക്, കൊറോണ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ വേർഡ് ആണ്. ശ്രദ്ധിച്ചോണം, കൊറോണ എന്ന ലാറ്റിൻ വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം കിരീടം എന്നാണ്. കൊറോണ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? കിരീടം എന്നാണ്. അപ്പൊ കൊറോണ എന്ന് നമ്മൾ ഇങ്ങനെ എഴുതും. ഇതേ പ്രൊനൗൺസിയേഷൻ വരുന്ന നമ്മൾ കൗതുകരമായിട്ട് പലയിടത്തും കണ്ടു. ഇതേ പ്രൊനൗൺസിയേഷൻ വരുന്ന കൊറോണ എന്ന കറൻസി ഉള്ള രാജ്യമുണ്ട്. ചെക്ക് റിപ്പബ്ലിക് ആണ്. സ്പെല്ലിംഗ് വേറെയാണ്. കൊറോണ എന്ന കറൻസി ഉള്ള രാജ്യം ഏതാണ്? ചെക്ക് റിപ്പബ്ലിക് ആണ്. അതുപോലെ കൊറോണ എന്നൊരു നഗരമുള്ള രാജ്യമുണ്ട്, കാലിഫോർണിയ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കൊറോണ എന്ന കറൻസി എവിടെയാണ്? ചെക്ക് റിപ്പബ്ലിക്കിലാണ്. കൊറോണ എന്ന കറൻസി അത് KO ആണ്. കൊറോണ എന്ന കറൻസി എവിടെയാണ്? ചെക്ക് റിപ്പബ്ലിക്കിലും. അതുപോലെ കൊറോണ എന്ന നഗരമുള്ള രാജ്യം ഏതാണ്? കാലിഫോർണിയയുമാണ്. ഇവിടെ നമ്മൾ പഠിച്ചോണം, കൊറോണ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? കിരീടം എന്നാണ്. അപ്പൊ നമ്മൾ ഈ അടുത്തിടെയായിട്ട് കേട്ടു തുടങ്ങി കുറെ പദങ്ങളുടെ ഏത് ഭാഷയിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അടുത്തത് ക്വാറന്റീൻ. നമുക്കറിയാം, ലാസ്റ്റ് ഇയർ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും ഏറ്റവും കൂടുതൽ ലോകത്ത് യൂസ് ചെയ്ത പദം എന്ന രീതിയിൽ ക്വാറന്റീൻ വന്നിരുന്നു. അപ്പൊ ഈ ക്വാറന്റീൻ എന്നത് ഇറ്റാലിയൻ വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം 40 ദിവസം എന്നാണ്, 40 days എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ക്വാറന്റീന എന്നൊരു ഇറ്റാലിയൻ വേർഡിലാണ് നമ്മൾ ക്വാറന്റൈൻ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്വാറന്റീന എന്ന ഇറ്റാലിയൻ വേർഡിന്റെ അർത്ഥം എന്താണ്? 40 ദിവസം എന്നാണ്. 40 ദിവസം. അതേപോലെ പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വേർഡാണ് കർഫ്യൂ. കർഫ്യൂ എന്നതൊരു ഫ്രഞ്ച് വേർഡാണ്. ഇതിന്റെ അർത്ഥം അഗ്നിയെ മൂടുക എന്നുള്ളതാണ്. അഗ്നിയെ മൂടുക. അപ്പൊ മൂന്നെണ്ണം ശ്രദ്ധിച്ചോണം. ആദ്യമായിട്ട് ഈ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിൽ 1960 കാലഘട്ടങ്ങളിലാണ്. കൊറോണ എന്ന ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? കൊറോണ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്താണ്? കിരീടം എന്നാണ്. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, കൊറോണ എന്ന കറൻസി ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലും കൊറോണ എന്ന നഗരമുള്ളത് കാലിഫോർണിയയിലുമാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ക്വാറന്റീന എന്നത് ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 40 days, 40 ദിവസം എന്നാണ്. അതേപോലെ കർഫ്യൂ എന്നത് ഫ്രഞ്ച് പദമാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? അഗ്നിയെ മൂടുക എന്നുള്ളതാണ്. കർഫ്യൂ എന്ന ഫ്രഞ്ച് പദത്തിന്റെ അർത്ഥം എന്താണ്? അഗ്നിയെ മൂടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഈ ലോക മഹാമാരി പുതിയ വരവിൽ ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാൻ നഗരത്തിലാണ്. ഇപ്പോൾ കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഗരം ഏതെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ COVID-19 വൈറസിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൊറോണ സീരീസിലെ COVID-19 വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? വുഹാനിലാണ്. ചൈനയിലെ വുഹാനിലാണ്. അത് 2019 ഡിസംബർ 31 നവംബറിൽ റിപ്പോർട്ട് ചെയ്തെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ട് പറയുന്നത്. പക്ഷെ ലോകം അറിയപ്പെടുന്നത് 2019 ഡിസംബർ 31 ചൈനയിലെ വുഹാൻ എന്ന പ്രദേശത്താണ് കൊറോണ വൈറസ് ഇപ്പോൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചു, ഈ വുഹാൻ നഗരം ചൈനയിലെ ഏത് പ്രവിശ്യയുടെ തലസ്ഥാനമാണെന്ന്? ഹ്യൂബേ.
പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. വുഹാൻ നഗരം ചൈനയിലെ ഏത് പ്രവിശ്യയുടെ തലസ്ഥാനമാണെന്ന് ചോദിച്ചതാണ്? ഹ്യൂബേ പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. അപ്പോൾ കൊറോണ വൈറസ് വുഹാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എപ്പോഴാണ്? 2019 ഡിസംബർ 31-നാണ്. 2019 ഡിസംബർ 31-നാണ്. ഇനി ശ്രദ്ധിച്ചോണം, ചൈനയ്ക്ക് പുറത്ത് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം എന്ന് ചോദിച്ചാൽ തായ്ലൻഡ് ആണ്. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ചൈനയ്ക്ക് പുറത്ത് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, അത് COVID-19 വൈറസ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ചോദിച്ചാൽ ഏതാണ്? തായ്ലൻഡ് ആണ്. പെട്ടെന്ന് എല്ലാവരും ഇന്ത്യ എഴുതും. ഇനി ഏഷ്യക്ക് പുറത്താണെങ്കിൽ ഫ്രാൻസിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ 2 പോയിന്റ് ഓർത്തിരുന്നോണം. ചൈനയ്ക്ക് പുറത്ത് COVID-19 വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? തായ്ലൻഡ്. പഠിക്കുക, ചൈനയ്ക്ക് പുറത്ത് COVID-19 വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്താണ്? തായ്ലൻഡിലാണ്. അതേപോലെ തന്നെ ഏഷ്യക്ക് പുറത്ത് ചോദിച്ചാൽ എവിടെയാണ്? ഫ്രാൻസിലാണ് അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏഷ്യക്ക് പുറത്ത് ചോദിച്ചാൽ എവിടെയാണ്? ഫ്രാൻസിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത്രയും ഓർത്തോണം. വുഹാനിൽ എന്നാണ് റിപ്പോർട്ട് ചെയ്തത്? 2019 ഡിസംബർ 31-ന്. വുഹാൻ ചൈനയിലെ ഏത് പ്രവിശ്യയുടെ തലസ്ഥാനമാണ്? ഹ്യൂബേ എന്ന് പറയുന്ന പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. ഒപ്പം തന്നെ പഠിക്കുക, ചൈനയ്ക്ക് പുറത്ത് എവിടെയാണ്? തായ്ലൻഡിലാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏഷ്യക്ക് പുറത്ത് ചോദിച്ചാൽ എവിടെയാണ്? ഫ്രാൻസിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത്രയും ബേസ് പോയിന്റ്സ് ആണ്. ഇനി COVID-19, അതായത് ഈ നമുക്ക് COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്ന് ചോദിച്ചാൽ SARS-CoV-2 ആണ്. നമ്മൾ കൊറോണ വൈറസ്, ഞാൻ പറഞ്ഞു കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു വൈറസ് ആണ്. അതിൽ COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? SARS-CoV-2 എന്നാണ്. ഇതൊരു RNA വൈറസ് ആണ്. ഇപ്പൊ ലോകത്തൊരു മഹാമാരിയായി മാറിയ കൊറോണ വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? SARS-CoV-2. അതൊരു RNA വൈറസ് ആണ്. അത് പഠിച്ചിരിക്കുക. Then ഇതിന് COVID-19, അതായത് ഈ കൊറോണ വൈറസിന് COVID-19 എന്ന പേര് കൊടുത്തത് ലോകാരോഗ്യ സംഘടനയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് COVID-19 കൊറോണ വൈറസ് ഡിസീസ് 2019. അടുത്തൊരു പരീക്ഷയിൽ അതിന്റെ ഫുൾ ഫോം ചോദിച്ചിരുന്നു. COVID-19 കൊറോണ വൈറസ് ഡിസീസ് 2019 എന്ന പേര് കൊടുത്ത ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇനി ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചൈനയിലെ ഈ കൊറോണ വൈറസ് വ്യാപനത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ച ഒരു ഡോക്ടർ ഉണ്ട്, ലീവൻ ലിയാങ്. അദ്ദേഹത്തിന്റെ പേര് ലീവൻ ലിയാങ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും പല പരീക്ഷകൾക്ക് ഈ പേര് ചോദിച്ചു കഴിഞ്ഞു. ചൈനയിലെ കൊറോണ വൈറസ് വ്യാപനത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ച ചൈനീസ് ഡോക്ടർ ആരാണ്? ലീവൻ ലിയാങ്. ലിവാൻ ലിയാങ്. ലിവാൻ ലിയാങ്. പേര് പഠിക്കുക, ലീവാൻ ലിയാങ്. ചൈനീസ് ഡോക്ടർ ആണ്. ഒപ്പം തന്നെ ഈ COVID-19 എന്ന് പറയുന്നത് പാൻഡമിക് ഡിസീസ് ആണ്. നമുക്കറിയാം എപ്പിഡമിക്കും ഉണ്ട്, പാൻഡമിക്കും ഉണ്ട്. അപ്പൊ ഈ പാൻഡമിക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരം രോഗമാണ്. എപ്പിഡമിക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രദേശങ്ങളാണ് വ്യാപിക്കുന്നത്. ഇത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരം രോഗമായിട്ടാണ് പാൻഡമിക് ഡിസീസ്. അപ്പോൾ COVID-19 എന്ത് തരം രോഗമാണ്? പാൻഡമിക് ഡിസീസ് ആണ്. എപ്പിഡമിക്കും ഉണ്ട്, പാൻഡമിക്കും ഉണ്ട്. അപ്പോൾ COVID-19 എന്താണ്? പാൻഡമിക് ഡിസീസ് ആണ്. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരം രോഗമാണ്. Then COVID-19 ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് രീതികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആന്റിജൻ ടെസ്റ്റ് ഒക്കെ നമുക്കറിയാം. പ്രധാനമായിട്ട് 2 ടെസ്റ്റുകളാണ്. ഒന്ന് PCR, നമ്മൾ RT-PCR എന്ന് പറയും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷണൽ PCR എന്ന് വിളിക്കും. ഒന്നാമത്തേതാണ് PCR, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. PCR പൂർണ്ണ രൂപം എന്താണ്? പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. പഠിക്കുക, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. നമ്മൾ RT-PCR എന്ന് പറയും. അത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു ഇതാണ്, മെത്തേഡ് ആണ്. അപ്പോൾ PCR പൂർണ്ണ രൂപം എന്താണ്? പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. പഠിക്കുക, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. അതേപോലെ NAT ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് പ്രധാനമായിട്ട് ഇത് രണ്ടെങ്കിലും പഠിച്ചിരിക്കണം. PCR ടെസ്റ്റ് ആണ് കോമൺ ആയിട്ട്. RT-PCR ടെസ്റ്റ് നമ്മൾ ആന്റിജൻ ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് വലിയ പ്രാധാന്യമില്ല. RT-PCR ടെസ്റ്റ് ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. അതേപോലെ NAT എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണ്. കൊറോണ വൈറസ് ആദ്യമായി ചൈനയിൽ റിപ്പോർട്ട് ചെയ്തത് 1960 കാലഘട്ടങ്ങളിലാണ്. കൊറോണ എന്നത് ലാറ്റിൻ വേർഡ് ആണ്. കൊറോണ എന്നത് ലാറ്റിൻ വേർഡ് ആണ്. അർത്ഥം എന്താണ്? കിരീടം. ക്വാറന്റീന എന്നത് ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? 40 days, 40 ദിവസം എന്നുള്ളതാണ്. അതേപോലെ കർഫ്യൂ എന്നത് ഫ്രഞ്ച് പദമാണ്. കർഫ്യൂ എന്നത് ഫ്രഞ്ച് പദമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അഗ്നിയെ മൂടുക എന്നുള്ളതാണ്. അഗ്നിയെ മൂടുക എന്നുള്ളതാണ്. പുതിയ വരവിൽ കൊറോണ വൈറസ്
ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാൻ നഗരത്തിലാണ്. അത് 2019 ഡിസംബർ 31 വുഹാൻ നഗരം ഹ്യൂബേ പ്രവിശ്യയുടെ തലസ്ഥാനം. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, കറണ്ട് അഫയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. വുഹാൻ നഗരം ഹ്യൂബേ പ്രവിശ്യയുടെ തലസ്ഥാനമാണ്. ദെൻ ഈ COVID-19 വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2. അത് RNA വൈറസ് ആണ്. അതേപോലെ COVID-19 എന്ന പേര് കൊടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. കൊറോണ വൈറസ് ഡിസീസ് 2019 എന്ന പേര് കൊടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ചൈനയിലെ കൊറോണ വ്യാപനത്തെ കുറിച്ച് ലോകത്തെ അറിയിച്ച ചൈനീസ് ഡോക്ടറാണ് ലിവാൻ ലിയാങ്. പേര് പഠിക്കുക, ലിവാൻ ലിയാങ്. അതേപോലെ COVID-19 പാൻഡമിക് ഡിസീസ് ആണ്, അതായത് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പകരുന്ന രോഗമാണ്. പ്രധാനമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് PCR ടെസ്റ്റും NAT ടെസ്റ്റുമാണ്. RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ, NAT ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ആ വൈറസിനെ കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്തത് COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 2020 ജനുവരി 30. ഈ ഡേറ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇനി അങ്ങോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവും. COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചത് എന്നാണ്? 2020 ജനുവരി 30 COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒപ്പം തന്നെ പഠിക്കേണ്ടതാണ്. COVID-19 ആഗോള മഹാമാരിയായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഒരുപാട് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഈ രണ്ട് ഡേറ്റുകൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കേണ്ട, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ ഇതാണ്. അപ്പോൾ COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 2020 ജനുവരി 30. 2020 ജനുവരി 30 ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, 2020 മാർച്ച് 11 ആഗോള മഹാമാരിയായിട്ട് COVID-19 പ്രഖ്യാപിച്ചു ലോകാരോഗ്യ സംഘടന. അപ്പൊ ലോകാരോഗ്യ സംഘടനയുമായിട്ട് റിലേറ്റ് ചെയ്ത 2 വർഷങ്ങൾ പഠിച്ചിരിക്കണം. ഇനി COVID-19 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? കേരളമാണ്. COVID-19 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ തൃശ്ശൂരിലാണ്. 2020 ജനുവരി 30 2020 ജനുവരി 30. ആ ഡേറ്റ് നമ്മൾ ഇവിടെയും കണ്ടു. 2020 ജനുവരി 30 ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ COVID-19 ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളം. പഠിക്കുക, COVID-19 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. രണ്ടാമത് COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. അപ്പോൾ പഠിക്കുക, COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ല തൃശ്ശൂരാണ്. രണ്ടാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏതാണ്? അത് ആലപ്പുഴ ജില്ലയാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ ആദ്യമായി COVID-19 ബന്ധപ്പെട്ട് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ബന്ധപ്പെട്ട് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എറണാകുളമാണ്. അപ്പോൾ പഠിച്ചോണം, ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? തൃശ്ശൂരിലാണ്. COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏതെന്ന് ചോദിച്ചതാണ്? ആലപ്പുഴ ജില്ലയാണ്. അത് രണ്ടും കിട്ടിയല്ലോ. ദെൻ COVID-19 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. കേരളത്തിൽ ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. ഇത്രയും കിട്ടിയല്ലോ. ദെൻ COVID-19 വ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു ആദ്യമായിട്ട്. അത് എന്നായിരുന്നു? 2020 മാർച്ച് 22. ശ്രദ്ധിച്ചോണം, ഈ ഡേറ്റ് നല്ല പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 വൈറസ് വ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചു. എന്ന് 2020 മാർച്ച് 22. ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചെന്നാണ് 2020 മാർച്ച് 22. ശേഷം ഇന്ത്യയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു 2020 മാർച്ച് 24. 15 ദിവസത്തേക്കായിരുന്നു. പിന്നീട് അത് 4 ഫേസ് ആയിട്ട് മെയ് 31 വരെ തുടരുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്നാണ് പ്രഖ്യാപിച്ചത്? COVID-19 വ്യാപനത്തെ തുടർന്ന്
2020 മാർച്ച് 24 15 ദിവസത്തേക്കായിരുന്നു. പിന്നീട് അത് 4 ഫേസിലായിട്ട് മെയ് 31 വരെ തുടരുകയും ചെയ്തു. അപ്പോൾ COVID-19 വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു എന്ന് മാർച്ച് 24 4 ഫേസിലായിട്ട് അത് മെയ് 31 വരെ തുടർന്ന് ജൂൺ 1 മുതലാണ് നമ്മൾ അൺലോക്ക് പ്രക്രിയ ആരംഭിക്കുന്നത്. ജൂൺ 1 മുതലാണ് നമ്മുടെ രാജ്യത്ത് അൺലോക്ക് പ്രക്രിയ ആരംഭിച്ചത്. അപ്പൊ ഈ 2 ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് 3 സ്റ്റേറ്റുകളുടെ റെക്കോർഡാണ്. നമ്മൾ പറഞ്ഞു COVID-19 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതേപോലെ COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ശ്രദ്ധിച്ചോണം, COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചതാണ് പഞ്ചാബാണ്. സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ദെൻ COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, സമ്പൂർണ്ണ കർഫ്യൂ എവിടെയാണ്? പഞ്ചാബിലും. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അതേപോലെ COVID-19 സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഹരിയാനയാണ്. അപ്പോൾ 4 സ്റ്റേറ്റുകളുടെ റെക്കോർഡുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചില ക്യാമ്പയിൻസിലൊക്കെ നമുക്ക് വേറെ സ്റ്റേറ്റുകളുടെ റെക്കോർഡൊക്കെ പഠിക്കാനുണ്ട്. മിനിമം ഇത് 4 പഠിച്ചോണം. ഒന്ന്, COVID-19 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. അതേപോലെ തന്നെ COVID-19 സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതേതാണ്? ഹരിയാനയാണ്. അതേപോലെ നല്ല പ്രാധാന്യമുള്ളതാണ്, COVID-19 വ്യാപനത്തെ തുടർന്ന് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു സംഭവമായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, COVID-19 വ്യാപനത്തെ തുടർന്ന് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അപ്പോൾ ഈ ഫേസിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. COVID-19 തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് 2020 ജനുവരി 30 ലോകാരോഗ്യ സംഘടന COVID-19 ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചു എന്ന് 2020 മാർച്ച് 11. അതേപോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ചൈനയ്ക്ക് പുറത്ത് COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ചോദിച്ചാൽ തായ്ലൻഡും, ഏഷ്യക്ക് പുറത്ത് ചോദിച്ചാൽ ഫ്രാൻസുമാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2020 ജനുവരി 30 തൃശ്ശൂരിലാണ്. അങ്ങനെ COVID-19 സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് കേരളം മാറി. കേരളത്തിൽ COVID-19 രണ്ടാമതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കർണാടകയിലും കേരളത്തിൽ ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എറണാകുളത്തുമാണ്. 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. COVID-19 വ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനതാ കർഫ്യൂ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. ഈ ദിവസമായിരുന്നു 2020 മാർച്ച് 22 ഇന്ത്യയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 24. 15 ദിവസമായതിനു ശേഷം 4 ഫേസിലായിട്ട് മെയ് 31 വരെ അത് തുടരുകയും ജൂൺ 1 മുതലാണ് നമ്മുടെ രാജ്യത്ത് അൺലോക്ക് പ്രക്രിയ ആരംഭിക്കുന്നത്. COVID-19 വ്യാപനത്തെ തുടർന്ന് സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബ്. പഠിച്ചേ, പഞ്ചാബ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാൻ. അപ്പൊ 4 പോയിന്റുകൾ ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് കേരളം, സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചത് പഞ്ചാബ്, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് രാജസ്ഥാൻ, സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാലോ അത് ഹരിയാനയാണ്. സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ചത് ഹരിയാനയാണ്. അതേപോലെ ഇന്ത്യയിൽ മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ആരംഭിച്ച ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്, ഉത്തരാഖണ്ഡ്. ഇപ്പോൾ COVID-19 കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമില്ലാത്ത പോയിന്റുകളെല്ലാം ഒഴിവാക്കിയിട്ട് മിനിമം ഒരു വിദ്യാർത്ഥി ഇനി എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയിലും നോക്കി വെക്കേണ്ട പോയിന്റ്സ് ഇത്രയുമാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് COVID-19 എതിരായിട്ടുള്ള ചില ക്യാമ്പയിൻസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എക്സാമിന് നോക്കി വെക്കേണ്ടത് മാത്രം പഠിക്കുകയാണ്. ഇവിടെ ഞാൻ കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും ശ്രദ്ധേയമായതോ അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് പരീക്ഷകളിൽ ചോദിച്ചതോ മാധ്യമങ്ങളിൽ പ്രാധാന്യം നേടിയതോ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായ രീതിയിൽ മിനിമം ഇത്രയും പഠിച്ചിരിക്കണം. നമുക്കറിയാം ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7.
അപ്പൊ ഈ COVID-19 പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ചോദിച്ചാൽ സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. അപ്പോൾ 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്നുള്ളതായിരുന്നു. സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്നുള്ളതായിരുന്നു 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അതേപോലെ 2020 അന്താരാഷ്ട്ര നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഇയർ ആയിട്ട് ആചരിക്കുന്ന സംഘടന WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ചോണ്ട് 2020 ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ആയിട്ട് ആചരിക്കുന്നത് ഏത് സംഘടനയാണ്? WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയാണ്. ഈ രണ്ട് പോയിന്റും നല്ല പ്രാധാന്യമുള്ളതാണ്, ശ്രദ്ധിക്കുക. 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്. അതേപോലെ 2020 ഇയർ ഓഫ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ആയിട്ട് ആചരിക്കുന്നത് ഏത് സംഘടനയാണ്? ലോകാരോഗ്യ സംഘടനയാണ്. ഇത് രണ്ടും പഠിച്ചിരിക്കുക. ദെൻ COVID-19 വ്യാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോണിന്റെ പേരാണ് ഹാക്ക് ദ ക്രൈസിസ്. COVID-19 വ്യാപനം തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോണിന്റെ പേരാണെന്ത്? ഹാക്ക് ദ ക്രൈസിസ്. ഹാക്ക് ദ ക്രൈസിസ്. അതേപോലെ അത് ശ്രദ്ധിക്കേണ്ടതാണ്, COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി HRD മിനിസ്ട്രി, അതായത് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രാലയവും AICT ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും ചേർന്ന് ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചിന്റെ പേരാണ് സമാധാൻ. അപ്പൊ രണ്ടെണ്ണം ഓർത്തോണം. COVID-19 വ്യാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോണിന്റെ പേരാണെന്ത്? ഹാക്ക് ദ ക്രൈസിസ്. ഹാക്ക് ദ ക്രൈസിസ് പഠിക്കുക. ഹാക്ക് ദ ക്രൈസിസ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോണിന്റെ പേരാണെന്ത്? ഹാക്ക് ദ ക്രൈസിസ്. അതേപോലെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് HRD മിനിസ്ട്രി, അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രാലയവും AICT ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചേർന്ന് ആരംഭിച്ച പ്രവർത്തനത്തിന്റെ പേര്, ഓൺലൈൻ ചലഞ്ചിന്റെ പേരാണെന്ത്? ആരംഭിച്ച ഓൺലൈൻ ചലഞ്ചിന്റെ പേരാണെന്ത്? സമാധാൻ. ദെൻ COVID-19 വ്യാപനത്തിനെതിരെ കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ആണെന്ത്? ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. എല്ലാവർക്കും അറിയാം, വളരെ ഈസിയാണ്. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ആണ് നമ്മൾ COVID-19 വ്യാപനത്തിനെതിരെ ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ബ്രേക്ക് ദ ചെയിൻ എന്നാണ്. ഇനി ശ്രദ്ധിച്ചോണം, ചേസ് ദ വൈറസ് വ്യാപനം തടയുന്നതിന് വേണ്ടി മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ രണ്ട് ക്യാമ്പയിനുകൾ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇമ്പോർട്ടന്റ് ആണ്. COVID-19 വൈറസ് വ്യാപനത്തിനെതിരായിട്ട് ചേസ് ദ വൈറസ് ക്യാമ്പയിനും അതേപോലെ തന്നെ വീടുകളിൽ തന്നെ തുടരുന്നതിന്റെ ആവശ്യകത ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിനും ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ചേസ് ദ വൈറസ് ക്യാമ്പയിൻ, മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിൻ, ഇത് രണ്ടും ആരാണ്? മഹാരാഷ്ട്രയാണ് ആരംഭിച്ചത്. അതേപോലെ തന്നെ റോക്കോ ടോക്കോ, കിൽ കൊറോണ, ഏക് മാസ് അനേക് സിന്ദഗി. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, റോക്കോ ടോക്കോ കിൽ കൊറോണ, അതായത് എല്ലാ ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് സ്ക്രീൻ നടത്താൻ വേണ്ടിയാണ് കിൽ കൊറോണ എന്നൊരു ക്യാമ്പയിൻ. അതേപോലെ മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഏക് മാസ്ക് അനേക് സിന്ദഗി, ഏക് മാസ്ക് അനേക് സിന്ദഗി, ഈ ക്യാമ്പയിനുകൾ ആരംഭിച്ചത് മധ്യപ്രദേശാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. 3 ക്യാമ്പയിൻ, ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 3 നമ്മൾ പഠിക്കുന്നുള്ളൂ. റോക്കോ ടോക്കോ, കിൽ കൊറോണ, എല്ലാ ജനങ്ങൾക്കും സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടിയാണ് കിൽ കൊറോണ എന്ന ക്യാമ്പയിൻ. അതേപോലെ മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഏക് മാസ്ക് അനേക് സിന്ദഗി, ഈ 3 ക്യാമ്പയിനുകൾ ആരംഭിച്ചവരാണ് മധ്യപ്രദേശാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഇമ്പോർട്ടന്റ് ആണ്. നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് എന്ന ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അതേപോലെ ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഹിമാചൽ പ്രദേശാണ്. ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിനും ഇതുപോലുള്ള ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഏറ്റവും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതോ ഫേമസ് ആയതോ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് എക്സാമിന് യൂസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ക്യാമ്പയിൻ ഏത് സ്റ്റേറ്റ് ആണ്? കർണാടകയാണ് ആരംഭിച്ചത്. ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ ആരംഭിച്ച ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. ദെൻ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഡു ദ ഫൈറ്റ് ക്യാമ്പയിൻ ആരംഭിച്ച IT കമ്പനി എന്ന് ചോദിച്ചാൽ ഗൂഗിൾ ആണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഡു ദ ഫൈറ്റ് ക്യാമ്പയിൻ ആരംഭിച്ച IT കമ്പനി എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗൂഗിൾ ആണ്. ഡു ദ ഫൈറ്റ് ക്യാമ്പയിൻ ആരംഭിച്ച IT കമ്പനി. അതേപോലെ തന്നെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ന് ചോദിച്ചാൽ വാട്സാപ്പിലാണ്. മൈ ഗവൺമെന്റ്
കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്ന കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രതിരോധ ക്യാമ്പയിൻ. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, കേന്ദ്ര സർക്കാർ മൈ ഗവൺമെന്റ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ ഏതാണ്? വാട്സാപ്പ് ആണ്. അതേപോലെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഫിഫ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് #WeWillWin. ഫിഫ, ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണെന്ത്? ഫിഫ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഫിഫ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണെന്ത്? വി വിൽ വിൻ. അപ്പോൾ ക്യാമ്പയിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റുകൾ. 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. അതേപോലെ തന്നെ ശ്രദ്ധിച്ചോണം, 2020 നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഇയർ ആയിട്ട് ആചരിക്കുന്ന സംഘടന എന്ന് ചോദിച്ചാൽ ലോകാരോഗ്യ സംഘടന. ദെൻ ഹാക്ക് ദ ക്രൈസിസ് ക്യാമ്പയിൻ, ഓൺലൈൻ ഹാക്കത്തോൺ, കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോണിന്റെ പേരാണ് ഹാക്ക് ദ ക്രൈസിസ്. അതേപോലെ HRD മിനിസ്ട്രിയും AICTയും ചേർന്ന് ആരംഭിച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നൽകുന്ന പ്രോഗ്രാമാണ് സമാധാൻ. ദെൻ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കേരളത്തിന്റേതാണ്. ചേസ് ദ വൈറസും മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിനും മഹാരാഷ്ട്രയുടേതും. റോക്കോ ടോക്കോ കിൽ കൊറോണ ഏക് മാർക്ക് അനേക് സിന്ധകി, ഇത് മധ്യപ്രദേശിന്റേതും. നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ക്യാമ്പയിൻ കർണാടകയുടേതും. ആക്റ്റീവ് കേസ് ഫൈൻഡിംഗ് ക്യാമ്പയിൻ നടത്തിയത് ഹിമാചൽ പ്രദേശുമാണ്. ദെൻ ഡു ദ ഫൈറ്റ് ക്യാമ്പയിൻ ആരംഭിച്ച IT കമ്പനി എന്ന് ചോദിച്ചാൽ ഗൂഗിൾ. മൈ ഗവൺമെന്റ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ന് ചോദിച്ചാൽ വാട്സാപ്പിലാണ്. അതേപോലെ വി വിൽ വിൻ ക്യാമ്പയിൻ ആരംഭിച്ച സംഘടന ഏതാണ്? ഫിഫ ആണ്. ക്ലിയർ ആണല്ലോ? എക്സാമിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് എല്ലാം പഠിക്കാതെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. COVID-19 എന്ന മഹാമാരിയുമായി റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. COVID-19 ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും അത് വ്യാപിച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്ത പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചും, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വാക്സിൻസ്, അതേപോലെ കിറ്റുകളുടെ ഡെവലപ്മെന്റ്, പിന്നെ സർക്കാർ പദ്ധതികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം ആദ്യം ഇത്രയും പഠിക്കുക. ശേഷം ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓർഡറിൽ പഠിച്ചു പോകാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് അടുത്തിടെ നടന്ന പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റുകളാണ്. മനസ്സിലായല്ലോ? ഒരുപാട് പോയിന്റുകൾ പഠിക്കാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങൾ അല്ലാതെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. എങ്കിലും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ഭാഗം പൂർണ്ണമായും എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാകും. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ബാക്കി ക്ലാസ് ഉടൻ എക്സ്പെക്ട് ചെയ്യാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.